ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സെപ്റ്റംബർ 2-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ കോവിഡ് കണക്കും തുടർന്ന് മറ്റ് അറിയിപ്പുകളും നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് 32,803 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,74,554 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 21,610 പേർ രോഗമുക്തി നേടി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.76 ആണ്. WIPR പ്രകാരം സംസ്ഥാനത്ത് കൂടുതൽ പഞ്ചായത്തുകളും വാർഡുകളും അടച്ചു. രാജ്യത്ത് വീണ്ടും പാചകവാതക വില കൂട്ടിയിരിക്കുകയാണ്. ഗ്യാസ് വില 25 രൂപ 50 പൈസയാണ് ഗാർഹികോപയോഗത്തിലുള്ള സിലിണ്ടറിന് വർദ്ധിച്ചത്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 75 രൂപയും വർദ്ധിച്ചു. ഇതോടെ ഗ്യാസ് വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ 550 രൂപയ്ക്ക് മുകളിൽ മാത്രമായിരുന്നു ഗ്യാസ് സിലിണ്ടറിൻ്റെ വില. ഇതിപ്പോൾ 890 രൂപയോളം എത്തിയിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് തന്നെ ഇത് 1000 രൂപയ്ക്ക് മുകളിലെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗ്യാസിന് ലഭിച്ചിരുന്ന സബ്സിഡി നിർത്തലാക്കിയിട്ടും ഒരു വർഷത്തിലധികമായി. ഇന്നു മുതൽ പുതിയ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിരുന്നു. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാമാണ് ലഭിക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇതിൽ ചെറിയൊരു റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയാൽ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ റേഷൻ വിതരണം സജീവമാകുന്നതാണ്. വിവിധ തരത്തിലുള്ള അരികളാണ് താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് ലഭിക്കുക. അതായത് ഇപ്പോൾ ലഭിക്കുന്ന മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയിൽ പുഴുങ്ങല്ലരി 15 കിലോ, മട്ടരി 15 കിലോ, അങ്ങനെയാണ് എൻ്റെ റേഷൻ കടയിൽ ലഭിക്കുന്നത്. അത് ഓരോ താലൂക്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. എൻ്റെ താലൂക്കിൽ പിങ്ക് റേഷൻ കാർഡിന് ലഭിക്കുന്ന 4 കിലോ അരിയിൽ 2 കിലോ പച്ചരിയും 2 കിലോ മട്ടരിയുമാണ്. അതുപോലെ തന്നെയാണ് നീല റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് 2 കിലോ അരിയാണ് ലഭിക്കുക. അതിൽ 1 കിലോ പുഴുങ്ങരിയും 1 കിലോ മട്ടരിയുമാണ്. ഈ രീതിയിൽ അരി വ്യത്യാസപ്പെട്ടിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് 7 ജില്ലകളിൽ +1 സീറ്റുകളിൽ 20% വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സീറ്റ് വർദ്ധിപ്പിച്ചത്. ഈ സീറ്റ് വർദ്ധിപ്പിച്ചാലും നിലവിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്ത് ഇരിക്കേണ്ടി വരും. അവർക്ക് പ്രൈവറ്റായിട്ട് സ്ഥാപനങ്ങളെ ഉപരിപഠനത്തിന് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ള ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നിലവിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 70,000 സീറ്റ് വേണം. ഇതിൽ നിലവിലുള്ള സീറ്റ് 50,000 സീറ്റാണ്. ഇതിൽ 20% വർദ്ധിപ്പിക്കുമ്പോൾ 10,000 സീറ്റ് കൂടി അധികം വരും. എങ്കിലും 10,000 സീറ്റ് വീണ്ടും വേണം. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി പറയുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് നിലവിൽ നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എൻ്റെ ജില്ല എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ സർക്കാർ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും അഡ്രസ്സും അതുപോലെ ഫോൺ നമ്പറും ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എൻ്റെ ജില്ല ആപ്ലിക്കേഷൻ. ആവശ്യമുള്ള ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ UAE വിസിറ്റിംഗ് വിസകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അനുവദിച്ചിട്ടുള്ള വാക്സിൻ സ്വീകരിച്ചവർക്ക് വിസിറ്റിംഗ് വിസ 30-ാം തീയതി ശനിയാഴ്ച മുതൽ UAE അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള 2 ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്ക് ലഭിക്കുക. വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 30 ദിവസത്തേക്കും 90 ദിവസത്തേക്കുമാണ് വിസ ലഭിക്കുക. 30 ദിവസത്തേക്ക് 349 ദിർഹമും 100 ദിവസത്തെ വിസയ്ക്ക് 749 ദിർഹമുമാണ് നൽകേണ്ടി വരിക. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.